മാധവേട്ട, എനിക്ക് ഒരു സമാധാനവും കിട്ടുന്നില്ല. ശാരി പറയുന്നത് കള്ളാണോ സത്യാണോന്ന് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. അഥവാ സത്യാണെങ്കിൽ ആളാരാന്നറിയണം. നമ്മളെക്കാളൊക്കെ ഇത്തരം കാര്യങ്ങളില് നല്ല മനസ്സുറപ്പുണ്ട് ശാരിക്ക്. ആൾക്കാരെ മനസ്സിലാക്കാനും പഠിക്കാനും അവൾക്കറിയാം. എത്ര ലോകകാര്യം അറിയാവുന്ന പെണ്ണിനും ഈ കാര്യത്തിൽ തെറ്റുപറ്റും. മനസ്സ് കൊടുത്ത ആളിനെ കുറിച്ച് പഠിക്കുന്ന കാര്യത്തില്. ദേവികയും അവള് തന്നെ കണ്ടിഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചതാണെങ്കിലും നന്ദിനെ ആദ്യമേ അറിയാമായിരുന്നല്ലോ. നന്ദന്റെ സ്വഭാവം നല്ലതായിരുന്നു. പക്ഷേ ഇവളിത് ആരെയാ കണ്ടുവച്ചിരിക്കുന്നേ? സ്വഭാവം എങ്ങനെ? നമ്മുടെ കൂട്ടര് തന്നെയാണോ? ആലോചിക്കുമ്പോ ആകെ ഒരാദ്യാ. പക്ഷെ ശാരിയുടെ കാര്യത്തിൽ അങ്ങനെ പേടിക്കണ്ടെന്നാ എനിക്ക് തോന്നുന്നത്. അവക്കങ്ങനെ അബദ്ധം പറ്റില്ല. മുരളിയുടെ കുടുംബമായിട്ട് നമ്മുടെ ബന്ധം ഇല്ലാതാവുമല്ലോ എന്ന് ഓർത്തിട്ടാ എനിക്ക് വിഷമം. അത് ചിലപ്പോൾ പ്രയാസങ്ങൾ ഉണ്ടാക്കും. അതാ ഏറ്റവും വലിയ സങ്കടം. എത്ര വട്ടം ശാരി പറഞ്ഞിട്ടുള്ളതാ അച്ഛനമ്മയും ചൂണ്ടിക്കാണിക്കുന്ന ചെറുക്കനെ കല്യാണം കഴിക്കൂന്ന്. എന്നിട്ട് അവളവസാനം. അതൊന്നും സാരമില്ല. നമ്മളിപ്പോ നവീനെ ചൂണ്ടിക്കാണിച്ച് ശാരിയെ സമ്മതിപ്പിച്ചിട്ട് പിന്നെ അവർ തമ്മിൽ ഒത്തുപോകാൻ പറ്റാത്ത സ്ഥിതി വന്നാ നമ്മളാവില്ലേ തെറ്റുകാര്? അത് ശരിയാ. എന്ന് വെച്ച് അവൾക്ക് ഇഷ്ടപ്പെട്ട ആരാണെങ്കിലും കല്യാണം കഴിച്ച് കൊടുക്കണം എന്നാണോ? എന്നല്ല, സ്വന്തം ഇഷ്ടം തട്ടിമാറ്റി ഇത് മതിയെന്ന് പറയാൻ നമുക്കെന്താ അധികാരമുള്ളത്? അതും ഇന്നത്തെ കാലത്ത്. അല്ല, ശാരിക ഇപ്പൊ ഈ പറയുന്നതൊക്കെ തൽക്കാലം കല്യാണത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള തന്ത്രമാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഒരു പെങ്കൊച്ച മാധവേട്ട, എനിക്ക് നല്ല പേടിയുണ്ട്. ദേ, നാളെ തൊട്ട് അവൾ കോളേജിൽ പോകുമ്പോ പിറകെ പോണം. ആരെയാ കാണുന്നെന്ന് മനസ്സിലാക്കണം. ഏയ്, നീ എന്തൊക്കെയായി പറയുന്നത്? അതൊന്നും വേണ്ട. കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമാവട്ടെ. നമ്മൾ പ്രായമായൊരു കാണുന്ന പോലെയൊന്നും അല്ല ഈ ലോകത്തിപ്പോ നടക്കുന്നത്. എന്നാ ശാരിയെ പോലെ സോഷ്യലിസം പറഞ്ഞ് അച്ഛനും നടന്നോ? അവസാനം എന്തെങ്കിലും സംഭവിച്ചിട്ട് ഇവിടെ ഇരുന്ന് കൈയും കാലും അടിച്ചിട്ട് കാര്യമില്ല. ഹലോ നന്ദ. ആ ബല, ഐസക് സാർ പറഞ്ഞ ഫയൽ കിട്ടി. സത്യാണോ? കിട്ടിയോ? ആ കിട്ടി. ഇപ്പൊ തന്നെ ഞാനിതങ്ങ് കൊണ്ടുവരാം. വേണ്ട വേണ്ട, ഫയൽ അവിടെ സൂക്ഷിച്ചാ മതി. നിന്റെ കസ്റ്റഡി തന്നെ സേഫ് ആയിട്ട് വെക്കേ. ഏയ് അത് വേണ്ടവല്ല. സത്യം പറഞ്ഞാ ഒട്ടും മനസാക്ഷിക്ക് നിരക്കാത്തൊരു കാര്യമാണ് ഞാൻ ദേവിയോട് ചെയ്യുന്നേ. ഒരു വലിയ വഞ്ചനയാണ് ഞാൻ ചെയ്യുന്നേ. ഇനി ഇതിവിടെ വെക്കണ്ട, ഞാൻ നിങ്ങളെ ഏൽപ്പിക്കാം. അത് ശരി. അത്രയ്ക്ക് കുറ്റബോധം കൊണ്ട് മനസ്സുരുകയാണെങ്കിലേ ആ ഫയൽ ഇരുന്നിടത്ത് തന്നെ കൊണ്ട് വെച്ചേക്കേ. ഒക്കെ നമുക്ക് മറന്നേക്കാം. ഏയ് പിണങ്ങാതെ.
ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. നോക്ക്, എനിക്ക് വേണ്ടിയോ എന്റെ പാപ്പന് വേണ്ടിയോ അല്ല ഇതൊക്കെ ചെയ്യുന്നത്. നമുക്ക് എല്ലാവർക്കും വേണ്ടിട്ടാ. അതറിയാലോ. ആ അറിയാം. എങ്കിൽ പറഞ്ഞതുപോലെ അനുസരിക്ക്. ഫയല് വളരെ സുരക്ഷിതമായിട്ട് എവിടെയെങ്കിലും സൂക്ഷിക്കും. ഇനി എന്ത് വേണമെന്നുള്ളത് പാപ്പൻ പറയും. ഓക്കെ, ശരി. അങ്ങനെ എന്നെ കരിവാരി തേച്ച് താൻ വലിയ മിടുക്കനാവണ്ട പീതാംബര. ചാനൽ ചർച്ചകളിൽ കയറിയിരുന്ന് നാവിന് എല്ലില്ലാത്ത വർത്തമാനം പറയാൻ താൻ കാണിക്കുന്ന ധൈര്യം ഈ സിദ്ധാർത്ഥനോട് കാണിക്കണ്ട. സ്ഥലം MLAക്ക് മാലിന്യ പ്ലാനിന്റെ കാര്യത്തിൽ മുൻ MLAയുടെ അഭിപ്രായം ആയിരിക്കില്ല. പാർട്ടിയും മരുകളൊക്കെ ശരിയാ, പക്ഷേ നിലപാടുകൾ മാറ്റം വരുന്നതിൽ തെറ്റൊന്നുമില്ലല്ലോ. ഓ പിന്നെ താൻ തന്നെ പണി നോക്കണോ. നീ പേടിപ്പിച്ച പേടിക്കുന്നതിനല്ല ഈ സിദ്ധാർത്ഥൻ ചന്ദ്രോത്ത്. മുരളി, മണ്ഡലത്തിലെ ഏറ്റവും മംഗളകരമായ ഒരു ചടങ്ങ് നടന്നിട്ട് MLA അതിൽ പങ്കെടുത്തില്ലേ? KK നായരുടെ പ്ലാനിന്റെ ഉദ്ഘാടനമല്ലേ മുരളി? വെളപ്പൻകോട് മാലിന്യം നിറഞ്ഞ വണ്ടികൾ വരി എത്തി തുടങ്ങി കഴിഞ്ഞു. സന്തോഷിക്കേണ്ട ദിവസമല്ലേ? കഴിഞ്ഞ ഗവൺമെന്റിലും അതിനു മുമ്പും ഞാൻ അടക്കമുള്ള ജനപ്രതിനിധികൾ ഏർത്തു തോൽപ്പിച്ച പ്ലാന്റിന്റെ വർണ്ണാഭമായ ഉദ്ഘാടനം നടക്കുന്നു. MLA വിട്ടുന്നത് തീരെ ശരിയായില്ല, അല്ലേ മുരളി? അച്ഛൻ എന്നെ ആക്ഷേപിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ആരെയും ആക്ഷേപിക്കുന്നില്ല മുരളി. രാമപുരത്തെ MLA നാട്ടുകാരെ മുഴുവൻ ആക്ഷേപിച്ചിരിക്കുന്നത്. തെറ്റെന്റെ ഭാഗത്താ. അതുകൊണ്ട് തന്നെ അച്ഛൻ പറയുന്ന എന്തും കേൾക്കാനുള്ള ബാധ്യത എനിക്കുണ്ട്. പറയുന്ന കേൾക്കാനുള്ള ബാധ്യതയല്ല, ഉത്തരം പറയാനുള്ള ബാധ്യത കാണിക്കേണ്ടത്. വോട്ട് തന്ന് ജയിപ്പിച്ചവരോട് മറുപടി പറയണം. ജയി വിളിച്ച് കൂടെ നടന്നവരോട് സത്യങ്ങൾ അറിയിക്കണം. നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിടാനായിരിക്കും ഇപ്പൊ ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് വിട്ടുനീക്കുന്നത്. സർ, ദേവിക്ക് നല്ല വിഷമത്തില. അതിലും വലിയ വിഷമം എനിക്കുണ്ട് മുരളി. ദേവിക MLA ആവുമ്പോ ഒരു നല്ല MLA എന്നുള്ള സ്വപ്നമായിരുന്നു. ഒക്കെ അവസാനിച്ചു. ആ അത് പോട്ടെ, അതിനെക്കുറിച്ച് പറഞ്ഞ ഇന്നുകൊണ്ടൊന്നും അവസാനിക്കില്ല. ആ പിന്നെ മുരളി, നവീന് വേറെ ആലോചന നോക്കുകയല്ലേ? അതെ സർ, ശാരിക കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞു കഴിഞ്ഞു. ഇനി അവളുടെ മനസ്സ് മാറ്റാനൊന്നും നിൽക്കണ്ട. മറ്റൊരു പെൺകുട്ടിയെ കണ്ടുപിടിച്ച് എത്രയും പെട്ടെന്ന് വിവാഹം നടത്തണം. വിവരം അറിഞ്ഞതു മുതൽ മാധവനും രാധയൊക്കെ ആകെ വിഷമത്തില. ഞങ്ങളുടെ വീട്ടിലും അതുപോലെ തന്നെ സർ, എല്ലാവരും നല്ല വിഷമത്തില. കാര്യങ്ങൾ ഇങ്ങനെ അതിന്റെ ദേഷ്യമൊന്നും മുരളി മാധവനോടും രാധയോടും ഒന്നും കാണിക്കരുത്. സാധുക്കളാ. അയ്യോ, എനിക്കറിയാം സർ. ശാരികയോട് എനിക്ക് പരിഭവമൊന്നുമില്ല. ഒരാളോട് പ്രണയം തോന്നുന്നത് കുറ്റമൊന്നുമല്ലല്ലോ. പക്ഷേ കുറച്ചുകൂടെ നേരത്തെ ശാരികയ്ക്ക് തുറന്ന് പറയാമായിരുന്നു. അത് മാത്രമേ ഉള്ളൊരു പ്രയാസം. അമ്മയും ഗൗരിയൊക്കെ രാധികാന്റിയെ കാണാൻ പോകുന്ന പറഞ്ഞത്. ഒന്നും നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ലല്ലോ നടക്കുന്നത്. അത് രാഷ്ട്രീയക്കാരോ ആയാലും കല്യാണക്കാരോ ആയാലും ഒന്നിലും നമ്മൾ പ്രതീക്ഷ വയ്ക്കാൻ പാടില്ല.
ഇവിടെയുള്ള വെച്ച് ഇവിടെയില്ലല്ലോ. ഈശ്വരാ. നന്ദു, ഒരു പ്രധാനപ്പെട്ട ഫയല് കാണുന്നില്ല. നിയമസഭയിൽ വെക്കേണ്ടതാ. ഒരു ടൗൺഷിപ്പിനെ പറ്റിയുള്ള ഫയലാ. കഴിഞ്ഞൊരു ദിവസം രാത്രി ഞാനത് പഠിച്ച് കുറിപ്പുകൾ എടുത്തിരുന്നതാ. ദാ ഇവിടെ വെച്ചിരുന്നു. ഇന്നിപ്പോ കാണുന്നില്ല. നീ ഓഫീസിലേക്ക് മറ്റോ കൊണ്ടുപോയി കാണും. അവിടെ അന്വേഷിച്ചാൽ മതി, കിട്ടും. ഇല്ല നന്ദു, അത്രയും കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഫയലാ. അതുകൊണ്ടാ ഞാൻ ഓഫീസിൽ കൊണ്ടുപോകാതെ ഇവിടെ വെച്ചിരുന്നേ. പ്ലീസ് നന്ദു, അത് കണ്ടിരുന്നോ? ഏയ്, ഞാൻ കണ്ടില്ല എന്ന് പറഞ്ഞില്ലേ? അതുപോലെ ഞാൻ കണ്ടിരുന്നെങ്കിൽ അതെന്തായാലും നിന്നെ ഏൽപ്പിക്കില്ലേ? നന്ദു, എന്നെ പറ്റിക്കാനോ മറ്റോ അതെടുത്ത് മാറ്റി വെച്ചിരിക്കാണോ? പ്ലീസ് നന്ദു, ഇനിയെങ്കിലും പറ. നന്ദു, വളരെ ഗുരുതരമായ കാര്യമാ. വലിയ കുഴപ്പങ്ങളൊക്കെ സംഭവിക്കും. നോക്ക് ദേവി, നമ്മളിപ്പോ പല കാര്യത്തിലും വഴക്കൂടും. എല്ലാം തുടങ്ങുന്ന നീയാ. ഇസബലിലെ സംശയം, കെവിനെ സംശയം, അവരോടൊപ്പം എവിടെയെങ്കിലും പോയാൽ അതിന് സംശയം, സോഷ്യൽ മീഡിയയിൽ വാലും തുമ്പില്ലാതെ എന്തെങ്കിലും വന്നാൽ അതിന് സംശയം, ഇപ്പതാ ഫയല് കണ്ടില്ല എന്ന് പറഞ്ഞ് അതിനും സംശയം. ഞാൻ സംശയിച്ചൊന്നും ചോദിക്കുന്നതല്ല നന്ദു. ഇതിന്റെ വ്യക്തിപരമായ പ്രശ്നമല്ല. ഒരു മന്ത്രിസഭ തന്നെ ഉത്തരം പറയേണ്ട വിഷയമാ. ഈശ്വര, ഈ ഫയൽ ഇത് എവിടെ പോയി? നീ വെപ്രാളപ്പെടാതെ. എന്തായാലും ഡ്യൂപ്ലിക്കേറ്റ് രേഖകൾ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റ് കാണുമല്ലോ. മുഖ്യമന്ത്രി ഒപ്പിട്ട യഥാർത്ഥ ഫയൽ ഇതാ. ഒറിജിനൽ തന്നെ വേണം. പിന്നിതെവിടെ പോയി? നന്ദു, ഈ മുറിയില് നമ്മൾ രണ്ടുപേരും അല്ലാതെ മറ്റൊരാളും വരാറില്ല. ദേവി, എനിക്ക് ദേഷ്യം വരുന്നുണ്ടേ. നീ എന്താ പറഞ്ഞോണ്ട് വരുന്നേ? ആ ഫയൽ ഞാൻ എടുത്തുന്നാണോ? നന്ദു, ആ ആ അങ്ങനെ ചെയ്യാം. ഇല്ല, ഞങ്ങളൊരു 8-10 പേരേ ഉള്ളൂ. 5 മണിക്കല്ലേ? ആ ശരി ശരി, നോക്കാം. അതെ, സെക്രട്ടറി പറയുന്നത് ഒരു പ്രക്ഷോഭത്തിന്റെ തുടക്കം പോലെ ആവട്ടെ എന്നാ. ആണോ? വൈകിട്ട് മീറ്റിംഗ് ഉണ്ടല്ലോ, അതിനു മുമ്പ് ഫാക്ടറി പ്രവർത്തനം തടയുമെന്നുള്ള മുന്നറിയിപ്പ് നോട്ടീസ് കൊടുക്കാം. ആ കൊടുക്കാം. നോട്ടീസൊക്കെ എടുത്തിട്ടില്ലേ? ആ എല്ലാം ഉണ്ട്. ആ ഇപ്പൊ KK നായർ അകത്തുണ്ടെന്നല്ലേ പറഞ്ഞത്? അതെ. അങ്ങോട്ട് പോവാം. നോട്ടീസ് കൊടുത്ത് നമുക്ക് ഓഫീസിലേക്ക് പോവാം. വൈകുന്നേരം 5 മണിക്ക് മുഴുവൻ പ്രവർത്തകരുമായി പ്ലാന്റിന്റെ മുന്നിൽ തന്നെ ഒത്തുകൂടി ഉപരോധം തുടങ്ങാം. എന്താ? ആ അങ്ങനെ ആവട്ടെ. വാ. എല്ലാരും പ്ലാന്റിലോട്ടായിരിക്കും അല്ലേ? എന്റെ അനിമാരെ, നിങ്ങൾ കാറിലോട്ട് കയറ്, ഞാൻ കൊണ്ടാക്കാം. 6 കിലോമീറ്ററല്ലേ ഉള്ളൂ. ഈ വെയിലത്ത് വെറുതെ നടന്ന് ക്ഷീണിക്കണ്ട. അങ്ങനെ നടന്നു പഠിക്കുന്നവരല്ല ഞങ്ങൾ. ഈ തീയിൽ കുരുത്തത് വെയിലത്ത് പാടില്ല എന്നല്ലേ പറയാറ്? വെയിലത്ത് പാടിയില്ലെങ്കിൽ ഇടി കൊണ്ട് പാടും. എന്താടാ പറഞ്ഞേ? ഏയ് മാഷേ, വെറുതെ ഇരിക്കേ. KK സാറേ, ഒരു നാടിനെ ആകെ കലാപത്തിലേക്ക് വലിച്ചിടരുത്.
ദാ, തന്നെ. ഇതൊരു മുന്നറിയിപ്പ് നോട്ടീസാ. ഇതൊരു അപേക്ഷ പോലെ ഞങ്ങൾ മുന്നിൽ വെക്കുക. പ്ലാന്റിന്റെ മാനേജർക്ക് ഞങ്ങൾ ഇതിന്റെ കോപ്പി കൊടുക്കുന്നുണ്ട്. ദയവ് ചെയ്ത് നിങ്ങൾ ആ പ്ലാന്റ് നടച്ച് പൂട്ടണം. സാറിനെ പോലുള്ള ഒരു ജനങ്ങളുടെ കൂടെ നിൽക്കേണ്ടത്. പിന്നീട് നിങ്ങളുടെ എന്ത് കാര്യത്തിന് വേണേലും ഞങ്ങളുണ്ടാവും. പൂട്ടാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഞാൻ ഈ പ്ലാന്റ് മെനക്കെട്ട് തുറക്കണമായിരുന്നോടോ. ഇത് നല്ല തമാശ. നിങ്ങൾ അധികം വരുന്നില്ലല്ലോ. രഹസ്യമായിട്ട് പറയാം, നല്ലൊരു തുക നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടത്തക്ക രീതിയിൽ ഞാൻ തരാം. എടാ ജോസഫേ, കാശിരിപ്പട്ടോടാ വണ്ടിയിൽ. ആ, ഇപ്പൊ തന്നെ അത് വാങ്ങി വീതിച്ചെടുത്ത് വീട്ടിൽ ചെന്ന് കുടുംബത്തോടൊപ്പം കഴിയാൻ നോക്കാം. ചുമ്മാ തടികേടാക്കാതെ. അതെ, തന്റെ കള്ളപ്പണം കൊണ്ടേ ഞങ്ങൾക്ക് അങ്ങനെ തടി വെക്കണ്ടോ. അതെ, ഞങ്ങൾ നിങ്ങളുടെ പ്ലാന്റിലേക്ക് പോവാം. അവിടെ പ്രതിഷേധ നോട്ടീസ് ഒട്ടിക്കും. വൈകുന്നേരം വേസ്റ്റുമായിട്ട് വരുന്ന വണ്ടികൾ തടയും ചെയ്യും. ചുണയുണ്ടെങ്കിൽ തടഞ്ഞ് കാണിക്കടാ. കാണിക്കേ. KK നായർ ആരെന്ന് അപ്പം നീയൊക്കെ അറിയും. ഇടികൊണ്ടേ ചോരതൊപ്പ് നീയൊക്കെ. നിനക്കൊക്കെ സമരം ചെയ്യണമെങ്കിൽ MLA ദേവിയുടെ വീടിന്റെ മുന്നിൽ ചെന്ന് ചെയ്യടാ. അവളാ എനിക്ക് പെർമിഷൻ തന്നെ. ഓ, അവിടെ ഞങ്ങൾ പോകുന്നുണ്ട്. ആദ്യം നിങ്ങളുടെ പ്ലാന്റ് പൂട്ടിച്ച ശേഷം തൽക്കാലം ഞങ്ങൾ നോട്ടീസ് ഒട്ടിച്ചിട്ട് വരാം. ഒറ്റ ഒരുത്തൻ ഇവിടെ നിന്ന് പോവില്ല. എന്റെ പ്ലാന്റില് സമരമൊന്നും പറഞ്ഞ് കാലൂത്തിയ ആ കാലിയാൻ വെട്ടും. KK സാർ കൈയെടുക്കും. അതെ, ഇത് ഞാൻ കാശ് കൊടുത്ത് വാങ്ങിയ എന്റെ സ്ഥലമാ. മാലിന്യ പ്ലാന്റിലേക്കുള്ള വഴി. മര്യാദയ്ക്ക് ഇവിടെ നിന്ന് ഇറങ്ങി പോവാൻ നോക്കടാ. ഇല്ലെങ്കിലേ ഇറക്കും ഞാൻ. ഒന്ന് പോ സാറേ. വേണ്ട, ആരും അദ്ദേഹത്തെ കൈവെക്കരുത്. വേണ്ട, ആരും അദ്ദേഹത്തെ കൈവെക്കരുത്. സാറേ, സോറി 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 അല്ലേ? ശരിയാക്കി തരാ ഞാൻ. ഓ, അതായിക്കോ. അതെ, നിങ്ങൾ വാ. എന്റെ മാഷ എന്തിനാ അങ്ങനെ എടുത്ത് തല്ലാനൊക്കെ പോകുന്നത്? മോഷന്റെ ദേഹത്ത് തൊട്ടപ്പോ എന്തായാലും ശരി. വണ്ടി എടുക്കട്ടെ മുതലാളി. പോയി വണ്ടി എടുക്കണേ കോപ്പേ. അമ്മേ, അമ്മ എന്താ മോളെ? അമ്മ മുകളിൽ ഞങ്ങളുടെ റൂമും വൃത്തിയാക്കോ മറ്റോ ചെയ്തപ്പോ ഒരു ഫയൽ അവിടെ കണ്ടിരുന്നോ? ഇല്ല മോളെ. അല്ലെങ്കിൽ തന്നെ അവിടെ ഒരുപാട് ഫയലുകൾ ഇരിപ്പുണ്ടല്ലോ. നിങ്ങളുടെ റൂമിൽ കയറി ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. എന്തുപറ്റി? അത് CM ഏൽപ്പിച്ചൊരു പ്രധാനപ്പെട്ട ഫയൽ കാണാനില്ല. മുറിയിൽ വെച്ചിരുന്നതാ. അസംബ്ലിയിൽ വെക്കേണ്ട ഫയലാ അത്. ഈശ്വര, ഇവിടെ എങ്ങും കാണുന്നില്ല. ഓഫീസിലേക്ക് എങ്ങനെ കൊണ്ടുപോയി വെച്ചോ? ഇല്ലമ്മേ, ഇവിടെ തന്നെ വെച്ചിരുന്നേ. റൂമിൽ വെച്ചിരുന്ന ഫയൽ പിന്നെ എവിടെ പോയി? മോള് നന്നായിട്ട് നോക്കി കാണില്ല. അല്ലമ്മേ, ഞാൻ എല്ലായിടത്തും നോക്കി. നന്ദനോടും ചോദിച്ചു, നന്ദും കണ്ടിട്ടില്ലെന്ന്. CM നേരിട്ട് കൈകാര്യം ചെയ്യുന്ന ഫയലാ അമ്മേ. എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യ. മോൾ ഒന്നുകൂടി നോക്ക്. ഞാനിവിടെ താഴെയൊക്കെ ഒന്ന് നോക്കാം. റെഡിയല്ലേ? അവള് റെഡി ആയിക്കൊണ്ടിരിക്കുക. എന്നാ ഇറങ്ങാൻ പറ. ടോക്കൺ 12 അല്ലേ? നീ കേറി വാ. ഭക്ഷണം കഴിച്ചിട്ട് ഡോക്ടറെ കാണാൻ പോവാം. സ്കാനിങ്ങിനൊക്കെ ഒരുപാട് സമയമെടുക്കും. വിശന്നിരിക്കണ്ട. സമയമുണ്ട്. ഞാനേ ഡോക്ടറെ കണ്ട് വന്നിട്ട് ആഹാരം കഴിക്കാൻ ആദ്യം കരുതിയത്. പക്ഷേ വിശപ്പടിച്ചു.
എന്നാ പിന്നെ ഊണ് കഴിച്ചു പോവാല്ലേ? മോന്റെ മനസ്സ് അമ്മയ്ക്ക് പിടികിട്ടി. എന്താ പിന്നെ നീ വാ, ഒരുമിച്ച് കഴിക്കാം. ഞാൻ എപ്പോഴേ കഴിച്ചു. ആഹാ, സമയം നോക്കിയിരിക്കല്ലേ അമ്മ. ദേ മിനിറ്റിന് വെച്ച് അമ്മ എനിക്ക് ഫ്രൂട്ട്സും നട്ട്സും അങ്ങനെ ഓരോന്ന് കഴിപ്പിച്ചോണ്ടിരിക്കുക. ഈ വയറിൽ നോ സ്ഥലം. മാഷ് പോയി കഴിച്ചിട്ട് വേഗം വാ. എന്നാലേ മോൾ ഇവിടെ വെയിറ്റ് ചെയ്യ്, ഞാൻ പോയി കഴിച്ചിട്ട് വരാം. അമ്മ വാ.